ഹലോ ഗായ്സ്, വെൽക്കം ടു എഫ് ജി ട്രേഡർ. അപ്പോൾ ഇന്ന് കണ്ട പോലെ തന്നെ ഏകദേശം നമുക്ക് 140% അടുത്തോളം നമുക്ക് പ്രോഫിറ്റാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഏകദേശം 7K to 6K ആണ് ഞാൻ ട്രേഡിന് യൂസ് ചെയ്തത്. ഇന്ന് എക്സ്പയറി ഡേ ആയതുകൊണ്ട് നിഫ്റ്റിയിൽ എനിക്ക് അല്ലെങ്കിൽ എപ്പോഴും നിഫ്റ്റിയിൽ വലിയ ഭാഗ്യമൊന്നും ഉണ്ടാവില്ല. നിഫ്റ്റിയിൽ എനിക്ക് എപ്പോഴും ചെറിയ ലോസിൽ തന്നെ ഇരിക്കും. എനിക്ക് എപ്പോഴും എക്സ്പയറി ഡേയിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്യൂസാണ്. പക്ഷേ ഇന്ന് ഭയങ്കരമായിട്ടുള്ള മാർക്കറ്റ് ഒറ്റ ട്രെൻഡിൽ കാണിച്ചു. അതിനുശേഷം ലാസ്റ്റ് ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഡൗണിലേക്ക് വന്നു. ആ ടൈം ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നതിന് ഞാൻ ഈ മൂവ്മെൻറ്റ് കണ്ടിട്ട് പോലുമില്ല. പിന്നെ ഇപ്പോൾ നോക്കുമ്പോഴാണ് ഞാൻ ഈ മൂവ്മെൻറ്റ് കാണുന്നത്. 250 രൂപ നിഫ്റ്റിയിൽ ഒറ്റ അടിക്ക് ഡൗണിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 250 രൂപ ഉണ്ടാകുമെന്ന് വിചാരിക്കണം. ഏകദേശം 250 രൂപൻ്റെ മൂവ്മെൻറ്റ് ഒറ്റയടിക്ക് ഡൗണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് കണ്ടുമില്ല. ഞാൻ ആ ടൈം ആകുമ്പോഴേക്കും ഇറങ്ങി. പിന്നെ മാർക്കറ്റിൽ തന്നെ ഞാൻ പോയി. പിന്നെ ഒന്ന് ഇത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ഫുഡ് കഴിച്ചതൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട് ഞാനിത് കണ്ടുപോലില്ല. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് കിട്ടിയതാണെങ്കിൽ, ഈ ഒരു എൻട്രി കിട്ടിയതാണെങ്കിൽ നമുക്ക് ട്രെയിൽ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടാവില്ല. സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടാവില്ല. ഏകദേശം ഇവിടെ നിന്നൊക്കെ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞ് ഈ ഒരു ക്യാൻഡിൽ എനിക്ക് ഇവിടെ നിന്നൊരു എൻട്രി കറക്റ്റ് എടുക്കാൻ പറ്റിയതാണെങ്കിൽ നല്ല ഒരു എൻട്രി ആയിരുന്നു. കാരണം വെച്ചാൽ ഇവിടെ നിന്ന് ഇപ്പോൾ ഏകദേശം 30 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം ഇവിടെ എത്തുമ്പോഴേക്കൊക്കെ ഏകദേശം 120 രൂപ അല്ലെങ്കിൽ 150 രൂപ ആ റേഞ്ചിലേക്ക് സുഖമായി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുപോലത്തെ ഒരു ട്രേഡായിരുന്നു. അപ്പോൾ ഏകദേശം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു റേഞ്ചിൽ വേണമെങ്കിൽ ഈ ഒരു റെഡ് ക്യാൻഡിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കൂടെ നമുക്ക് ഏകദേശം 3x അല്ലെങ്കിൽ 4x എടുത്ത് ഇറങ്ങാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവുമായിരുന്നു. അതും നമുക്ക് ഇൻഡ് മണി ആ റേഞ്ചിൽ അല്ലെങ്കിൽ അഡ് മണിക്ക് മേലെ ഇൻഡ് മണിയിൽ ഉള്ളൊരു ലോട്ട് വാങ്ങിക്കുകയാണെങ്കിലാണ് നമുക്ക് ഒരു 2x 3x അല്ലെങ്കിൽ 4xൻ്റെ അടുത്ത് വരുന്നത്. ഞാൻ കറക്റ്റ് ഔട്ട് ഓഫ് ദ മണി അല്ലെങ്കിൽ ഇൻഡ് മണിയിലുള്ളൊരു 10 രൂപൻ്റെ അല്ലെങ്കിൽ 5 രൂപൻ്റെ സാധനമൊക്കെ 5 രൂപയ്ക്കൊക്കെ വാങ്ങിച്ച് കിട്ടിയതാണെങ്കിൽ അത് ഏകദേശം ഇവിടെ നിന്നൊരു 70 രൂപ 3 രൂപൻ്റെ സാധനമൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതൊരു 5 രൂപയ്ക്കെങ്കിലും എടുക്കാൻ പറ്റിയതായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 70-80 ആ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ആലോചിച്ച് നമുക്ക് എത്രത്തോളം 10x മേലെ പോയിട്ടുണ്ട്. 10x അല്ല 15x മേലെ പോയിട്ടുണ്ട്. അതായത് 1500 രൂപയ്ക്കൊക്കെ വാങ്ങിച്ച സാധനം 15000 രൂപയ്ക്കൊക്കെ പോവാന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു മൂവ്മെൻറ്റാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ എനിക്കത് എടുക്കാൻ പറ്റില്ല. എന്തായാലും ഇപ്പോൾ ഞാൻ എടുത്തത് ഈ ഒരു എൻട്രിയാണ്. ഇത് എന്തുകൊണ്ടാണ് എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു എൻട്രി ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് മേലേക്ക് ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഈ ഒരു ടൈം ആകുമ്പോൾ ഒരു ബ്രേക്കൗട്ട് കിട്ടി വീണ്ടും ഒരു സപ്പോർട്ട് എടുത്ത് പോകാനുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിഫ്റ്റിയിൽ വന്നിട്ട് അതേ മൂവ്മെൻറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് എടുത്തത്. അപ്പോൾ അതിനുശേഷം കറക്റ്റായിട്ടുള്ള എൻട്രി ആയ എൻട്രിൽ തന്നെ നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്നു. ഡബിളിൻ്റെ അടുത്ത് ഏകദേശം ആയി. അതിനുശേഷം ഇവിടെ നിന്ന് മാർക്കറ്റ് സൈഡ്വേസ് ഇങ്ങനെ കളിച്ച ടൈമിൽ കുറച്ച് പ്രീമിയം ഡൗൺ ആയി. അതിനുശേഷം വീണ്ടും മേലേക്ക് പോയി. അതിനുശേഷം വീണ്ടും ഈ ഒരു ക്യാൻഡിൽ ഏതൊരു ക്യാൻഡിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റെഡ് ക്യാൻഡിൽ ഇൻവെർട്ടർ ഹെഡ് ക്യാൻഡിൽ വന്നപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് ആ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടുന്ന ടൈമിൽ ഇറങ്ങി. ആ ഒരു ക്യാൻഡിൽ കിട്ടുമ്പോഴാണ് എനിക്ക് ഏകദേശം 5000 സംതിങ് പ്രോഫിറ്റായിട്ട് ഞാൻ ഇറങ്ങുകയാണ് ചെയ്തത്. പിന്നെ അടുത്ത എൻട്രി എന്ന് പറയുന്നത് PCDക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു സുഖമില്ലാത്തൊരു എൻട്രി ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു ഈ ഒരു ക്യാൻഡിൽ ഞാൻ ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് താഴോട്ട് കിട്ടി എന്ന് പറഞ്ഞിട്ടൊരു എൻട്രി ആയിരുന്നു. ഇവിടുന്ന് താഴേക്കൊരു എൻട്രി വന്നു എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത് സംഭവം. അപ്പോൾ അങ്ങനെയായിരുന്നു ഇതെടുത്ത് ഞാൻ ഈ ഒരു ഇവിടെ നിന്ന് ബ്രേക്കൗട്ട് ഈ ഒരു റേഞ്ച് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു എന്നുള്ളൊരു രീതിയിൽ വന്നപ്പോൾ ഇനി നല്ലൊരു ഇത് വലിയൊരു ബെയറിഷ് ക്യാൻഡിൽ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ നിന്നൊരു എൻട്രി എടുക്കുകയാണ് ചെയ്തത്. സ്റ്റോപ്പ് ലോസ് വെച്ച് 1:3 ടാർഗറ്റും വെച്ചിട്ട് എടുക്കാൻ ചെയ്തത്. കാരണം ഈ ഒരു റേഞ്ച് വരെ എങ്കിലും മാർക്കറ്റ് ഡൗണിലേക്ക് വരികയാണെങ്കിൽ അതൊരു നമുക്ക് എടുത്ത് ഇറങ്ങാമെന്നുള്ള ബേസിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വന്നില്ല. അതിനുശേഷം നേരെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന പോലെ പോയി പിന്നെയും ഡൗണിലേക്ക് വന്നു. അപ്പോഴേക്കും തന്നെ ലോസ് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെയും ഇവിടെ നിന്ന് മുകളിലോട്ട് പോയി താഴോട്ട് വന്നു. അങ്ങനെ കളിച്ചു. അതിനുശേഷം ഒറ്റയടിക്ക് നല്ല രീതിയിൽ ബുള്ളിഷ് വന്നു. അപ്പോൾ ഏകദേശം ഇവിടെ തന്നെ ഞാൻ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവുന്ന ടൈമിൽ ഞാൻ എക്സിറ്റ് ആക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് എനിക്കതൊരു 3Kൻ്റെ അടുത്ത് എനിക്ക് ലോസ് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതില്ലെങ്കിൽ നല്ല രീതിയിൽ വീണ്ടും ഇവിടുന്ന് മേലോട്ട് എനിക്ക് ഈ ഒരു റേഞ്ചിൽ നിന്ന് ഒരു എൻട്രി സൈഡിലേക്ക് ഒരു എൻട്രി എടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമായിരുന്നു. ഈ ഒരു സൈഡിലേക്ക് എൻട്രി എടുത്തില്ലെങ്കിൽ ഇവിടേക്കൊരു എൻട്രി ഞാൻ ഇങ്ങോട്ട് മേലേക്കൊരു എൻട്രി എടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് മിസ്സായി സൈഡിലേക്ക് എടുത്ത് കാരണം കൊണ്ട് മാത്രം.
ഓക്കെ. പിന്നെ അതിന് ശേഷം പിന്നൊരു എൻട്രി വന്നത് എവിടെ നിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അവിടെ നിന്ന് ഈ മൂവ്മെൻ്റൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് അതിന് ശേഷം വീണ്ടും ഇവിടെ നിന്ന് ഞാൻ വെയിറ്റ് ചെയ്തു. ഏകദേശം 2 മണിയോളം ആയി. 2 മണിക്ക് എനിക്ക് ഇവിടെ നിന്ന് ഒരു 2 മണിയാകുമ്പോൾ ഒരു 1:50 ആകുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് നല്ല രീതിയിൽ മേലേക്ക് ബ്രേക്കൗട്ട് കിട്ടി. അതിനുശേഷം ഇവിടെ നിന്ന് ക്ലോസിങ് കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കറക്റ്റായിട്ട് ഒരു എൻട്രി എടുക്കുകയാണ് ചെയ്തത്. ഈ ഒരു റേഞ്ചിൽ എൻട്രി എടുക്കുകയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു ഇവിടെ നിന്ന് അത് ഈ ഒരു ഇത് മേലേക്ക് കറക്റ്റ് ബ്രേക്കൗട്ട് കിട്ടിയ ശേഷമാണ് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയതും ഞാൻ ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു. അതിനുശേഷം നല്ല രീതിയിൽ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് നല്ല രീതിയിൽ ബൂമായിട്ട് വന്നു. അങ്ങനെ വന്നു. അതിനുശേഷം അവിടെ നിന്ന് വീണ്ടും ഡൗണിലേക്ക് വന്നു, ഈ റേഞ്ചിൽ വന്നു. അതിനുശേഷം വീണ്ടും പോയി. ആ ടൈമിലാണ് എനിക്ക് ഇവിടെ വന്നു. അതിനുശേഷം വീണ്ടും ഈ ഡൗണിലേക്ക് വന്നപ്പോൾ എനിക്ക് ഇറങ്ങേണ്ടി വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു കണ്ടപ്പോൾ ഈ ഒരു ക്യാൻഡിൽ കണ്ടപ്പോൾ എനിക്കത് ഓക്കെ, നല്ല രീതിയിൽ ഇവിടെ ഉണ്ട്. ചിലപ്പോൾ ഡൗണിലേക്ക് വരാനുള്ള രണ്ട് റിവേഴ്സൽ ചിലപ്പോൾ ആവുമായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് അടുത്ത ക്യാൻഡിൽ കൂടെ ഇതേപോലെ തന്നെ ഒരു റെഡ് ക്യാൻഡിൽ ഇവിടെ ഒന്ന് ക്ലോസിങ് ആണെങ്കിൽ അത് കറക്റ്റായിട്ട് ഒരു ഡൗൺ ട്രെൻഡിൻ്റെ ഒരു സിഗ്നലാണ്. അപ്പോൾ ആ ചാർട്ട് പാറ്റേൺ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങണ്ടെന്ന്, വെയിറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ എനിക്ക് ഇവിടെ നിന്ന് ഏകദേശം ഈ റേഞ്ചിൽ എനിക്ക് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രേഡ് ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ മാർക്കറ്റിൽ ഞാൻ ഇവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. എനിക്ക് അങ്ങനെയാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ എനിക്ക് നല്ല രീതിയിൽ ഈ ഒരു റേഞ്ചിലൊക്കെ കറക്റ്റായിട്ട് ഒരു PSID എടുത്താണെങ്കിൽ സുഖമായിട്ടൊരു 4x അല്ലെങ്കിൽ 5x എടുത്ത് ഇറങ്ങാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ 15 മിനിറ്റ് തന്നെ ഏകദേശം നല്ല രീതിയിൽ മൂവ്മെൻറ്റ് വന്നു. അതും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പിന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരാതെ തന്നെ ഡൗണിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതുപോലെ ഒരു മൂവ്മെൻറ്റ് വന്നു. അതെനിക്ക് എടുത്തിറങ്ങാൻ പറ്റാണ്ട് ആയിപ്പോയി. അപ്പോൾ കുഴപ്പമില്ല, എന്തായാലും നല്ല രീതിയിൽ മാർക്കറ്റ് ഫസ്റ്റ് ഈവനിങ് വരെ നല്ല രീതിയിൽ ബുള്ളിഷായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ മാർക്കറ്റ് ഡൗണിലേക്ക് വരികയാണ് ചെയ്തത്. അതിലെനിക്ക് അപ്പ് ട്രെൻഡ് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. താഴത്തെ സൈഡിലേക്ക് ഞാൻ എടുക്കാൻ നോക്കിയത് എനിക്ക് ഫാൾട്ട് പറ്റി, അതൊരു എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് 3 ട്രേഡ് എടുക്കേണ്ടി വന്നു. 3 ട്രേഡിൽ 2 ട്രേഡ് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് എടുത്ത് വന്നു. ഏകദേശം 100% പ്രോഫിറ്റ്, മിനിമം 100% പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങി. ടോട്ടലി എനിക്കൊരു 140% എനിക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ, അതായത് 6Kൻ്റെ ക്യാപിറ്റൽ എനിക്കത് 10K ആയിട്ട് മാറാണ് ചെയ്തത്. അപ്പോൾ അതുപോലെ 2 ട്രേഡും 6K 7Kൻ്റെ റേഞ്ചിൽ എടുത്തു. അതിനുശേഷം അത് CSIDക്ക് തന്നെ എനിക്ക് ഏകദേശം 10Kൻ്റെ അടുത്ത് പ്രോഫിറ്റ് ആക്കി തരികയാണ് ചെയ്തത്. ഏകദേശം ഇവിടെ നിന്നൊക്കെ ഡൗണിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ ഏകദേശം 50K ഒക്കെ ആയിട്ടുണ്ടാവും ഏകദേശം നമുക്ക് പറയുകയാണെങ്കിൽ. പക്ഷെ അത് എടുത്തില്ല. എന്തായാലും ഇന്ന് നിഫ്റ്റിയിൽ എനിക്ക് ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട്. ഫുള്ളായിട്ട് ഉള്ള റാലി കിട്ടില്ല, ഞാൻ കുറച്ചായിട്ടാണ് എടുത്ത് ഇറങ്ങിയത്. അപ്പോൾ മോർണിംഗ് തന്നെ ഒരു CSIDക്ക് വാങ്ങിച്ചാണെങ്കിൽ ഒരു 2.5 വരെ കിട്ടുകയാണെങ്കിൽ കൂടെ തന്നെ നമുക്കത് ഏകദേശം ഒരു 3x 4x ആയിട്ടുണ്ടാവും. പക്ഷെ എനിക്കത് അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഞാൻ ഏകദേശം ഒരു 2x എൻ്റെ അടുത്തോളം എടുത്തു. അതിനിടയ്ക്ക് ഞാൻ PSIDക്ക് വരെ എടുത്ത് അത് കുറച്ച് കളയുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്നുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ഫുള്ളായിട്ട് കുഴപ്പമില്ല. എന്തായാലും ഇനിയിപ്പോൾ 3 ദിവസം, നാളെയും ഇല്ല ട്രേഡിങ്. അതിനുശേഷം സാറ്റർഡേ സൺഡേ, അതിനുശേഷം ഇനി മൺഡേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് മൺഡേ നല്ല രീതിയിൽ ട്രേഡ് എടുത്ത് ഇറങ്ങാൻ നോക്കാം എന്തായാലും. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു.